മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 45-ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം. അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ. ബാലലീലകളാണ് ഉണ്ണികൃഷ്ണൻ്റെ ഈ ദശകത്തിൽ വർണ്ണിക്കണത്. അപ്പോൾ നേരത്തെ മുട്ടുകുത്തി നടക്കാതായിട്ടുള്ള ബലരാമനെയും കൃഷ്ണനെയുമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. മൃദു മൃദു വിഹസന്ത ഉന്മിഷദ്ദന്തവന്തോ പല്ലൊന്ന് കുറേശ്ശെ പല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വദനപതിത കേശവും മുഖത്ത് തലമുടി കുറേശ്ശെ വീഴുന്നുണ്ട്. മുട്ടുകുത്തിയിട്ട് വദനപതിത കേശവും ദൃശ്യ പാദാബ്ജദേശവും മുട്ടുകുത്തി നടക്കുന്നതായിട്ടുള്ള സമയത്ത് കാലടി കാണാനുണ്ട്. ആ താമര പോലെയുള്ളതായിട്ടുള്ള കാലടി കാണാനുണ്ട്. കയ്യിൽ നിന്ന് വളകൾ ഊന്ന് വീണ് മണികണ്ഠത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കുന്നവർക്കൊക്കെ വളരെ അത്ഭുതം ഉണ്ടാക്കി എന്ന് പറയുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ. ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞു. കുറേശ്ശെ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഓടാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ. അനുസരതി ജനൗഘേ എന്ന് ഓടിപ്പോണതായിട്ടുള്ള സമയത്ത് ജനൗഘേ അനുസരതി സതി ജനങ്ങളുടെ ഓഹം സമൂഹം. ജനൗഘം എന്ന് പറയുമ്പോൾ പദമുറുകി ചേരും ജനൗഘം എന്നാവും. ജനങ്ങളുടെ ഓഹം, ജനങ്ങളുടെ കൂട്ടം, അതായത് ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ അവരിങ്ങനെ ഉണ്ണികൃഷ്ണൻ ഓടി പോണതായിട്ടുള്ള സമയത്ത് പിന്നാലെ പിടിക്കാനായിട്ട് ചെല്ലും. അനുസരതി ജനൗഘേ, അനുസരതി പിന്നാലെ പോകുന്നതായിട്ടുള്ള സമയത്ത്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പറയണത് മറ്റേ അനുസരിക്കുക വെച്ചാൽ കേൾക്കുക, അതുപോലെ ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇപ്പം ഇവിടെ അനുസരതി എന്നുള്ളത് പിന്നാലെ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ. അനുസരതി ജനൗഘേ, ജനൗഘം ജനങ്ങളുടെ സമൂഹം, ഗോപസ്ത്രീകളും ഗോപന്മാരും ഒക്കെ കുട്ടികളുടെ പിന്നാലെ പോകുന്നതായിട്ടുള്ള സമയത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പോണത്? കൗതുകവ്യാകുലാക്ഷേ, കൗതുകം, വെറുതെ കുട്ടികളുടെ പിന്നാലെ ഓടി കളിക്കാനുള്ളതായിട്ടുള്ളൊരു കൗതുകം, അവരെ കാണാനുള്ളതായിട്ടുള്ള കൗതുകം, അവരുടെ ഓട്ടം നടക്കണത് കാണാനുള്ളതായിട്ടുള്ള ഭംഗി കാണാനുള്ളതായിട്ടുള്ള താല്പര്യം, അതൊരു പിടിക്കാനുള്ളതായിട്ടുള്ള താല്പര്യം, കുട്ടികളുടെ ഒപ്പം കളിക്കാനുള്ളതായിട്ടുള്ള താല്പര്യം. അങ്ങനെ ആ കൗതുകം കൊണ്ട് വ്യാകുലമായ അക്ഷികളോട് കൂടിയവരായിട്ട്, വ്യാകുലാക്ഷേ, വ്യാകുലമായ അത്ഭുതം നിറഞ്ഞതായ കണ്ണുകളോടുകൂടി, കൗതുകം കൊണ്ട് അത്ഭുതം കൊണ്ട് നിറഞ്ഞതായ കണ്ണുകളോടുകൂടി കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാസന്തൗ. കിമപി എന്തൊക്കെയോ ഒന്ന് ശബ്ദം വ്യക്തതാവണമൊന്നുമില്ല. കിമപി കൃതനിനാദം എന്തോ ശബ്ദിച്ചുകൊണ്ട്, കിമപി കൃതനിനാദം വ്യാഹസന്തൗ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് എന്തോ പറയുന്നുണ്ട്. എന്താ പറയണത് ഒന്നുമില്ല. കിമപി കൃതനിനാദം വ്യാഹസന്തൗ എന്തോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് രവന്തൗ ഓടുന്നുണ്ട്. എന്തോ പിന്നാക്കം നോക്കി പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. എന്നിട്ട് വലിത വദനപത്മം പിന്നാക്കം തിരിഞ്ഞ് നോക്കുന്നുണ്ട്. വദനപത്മം, വദനമാകുന്ന പത്മം താമരപ്പൂ പോലെയുള്ളതായിട്ടുള്ള ആ വദനത്തെ പിന്നാക്കം തിരിച്ചുകൊണ്ട്, പിന്നാക്കം തിരിച്ചുകൊണ്ട് വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി പിന്നിലേക്ക് നോക്കുന്നുണ്ട്. ഇവരെ പിന്നാലെ ഓടി നടക്കുമ്പോൾ ഓടി വരുന്നതായിട്ടുള്ള ഗോപന്മാരെ പിടിക്കാൻ വരുന്നുണ്ടോ, അടുത്തെത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ പറ്റിക്കുകയാണല്ലോ ചെയ്യണത്, അവരൊക്കെ പിടി കൊടുക്കാതെ കൊണ്ട് ഓടല്ലേ. അപ്പോൾ ഒന്ന് പിന്നാക്കം നോക്കി ചിരിക്കുന്നുണ്ട്. വ്യാഹസന്തവും എന്തൊക്കെയോ പറയുന്നുണ്ട്.
ദ്രവന്തവും ഓടുന്നുണ്ട്. അങ്ങനെ കിമിവന വിദധാധേ കൗതുകം വാസുദേവ, അല്ലയോ വാസുദേവ, പുത്രനായ ഭഗവാനെ, അങ്ങ് കിമിവ കൗതുകം ന വിദധാതേ, എന്ത് കൗതുകമാണ് ചെയ്യാതിരുന്നത്, ന വിദധാതേ, എന്ത് കൗതുകമാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്, അവർക്ക് എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള കൗതുകവും ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. കാണാനും കേൾക്കാനുമുള്ളതായിട്ടുള്ള ആ കൗതുകമൊക്കെ ഈ ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കി കൊടുത്തു. അപ്പം അവരുടെ ആ ഗോപന്മാരെ പറ്റിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള മുൻപിലേക്കുള്ളതായിട്ടുള്ള ഓട്ടം, അവരുടെ പിന്നാലെ എടുക്കാനും പിടിക്കാനുമായിട്ട് നടക്കുന്നതായിട്ടുള്ള ആ ഗോപന്മാരുടെ അത്ഭുതത്തോടു കൂടിയതായിട്ടുള്ള അനുസരണം, പിന്നാലെയുള്ളതായിട്ടുള്ള പോക്ക്, അത് ഭഗവാനും ബലദേവരും രണ്ടുപേരും പിന്തിരിഞ്ഞ് നോക്കി, രണ്ട് കുട്ടികളും ഒരുപോലെയാണ്. അപ്പോൾ അങ്ങനെ പിന്തിരിഞ്ഞ് ഉള്ളതായിട്ടുള്ള നോട്ടം, തലതിരിച്ച് ഉള്ളതായിട്ടുള്ള ആ നോട്ടം, ഇങ്ങനെ എന്തൊക്കെയോ പറയലും അവ്യക്തമായിട്ടുള്ള ചില അക്ഷരങ്ങൾ പുറപ്പെടുവിക്കലും, ഇങ്ങനെ എല്ലാം കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് കൗതുകമാണ്. അങ്ങനെ കിമിവന വിദധാധേ, എന്ത് കൗതുകമാണ് ചെയ്യാതിരുന്നത്, എന്ത് കൗതുകമാണ് ഉണ്ടാക്കാതിരുന്നത്. വാസുദേവ എന്ന് സംബോധന. അപ്പോൾ അവിടെ അനുസരതി ജനൗഖേ, ജനങ്ങൾ അനുസരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, പിന്നാലെ വരുന്നതായിട്ടുള്ള അവസരത്തിൽ, കൗതുക വ്യാകുലാക്ഷി, എങ്ങനെയുള്ളതായിട്ടുള്ള ജനങ്ങളാണ്, കൗതുകം കൊണ്ട് വ്യാകുലമായ നേത്രങ്ങളോടുകൂടിയ ആ ഗോപന്മാർ പിന്നാലെ അനുസരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, കിമപി കൃതനിനാദം, എന്തോ ശബ്ദിച്ചുകൊണ്ട്, കൃതമായ നിനാദത്തോടുകൂടി, ചെയ്യപ്പെട്ടതായ ശബ്ദത്തോടുകൂടി, കിമപി വ്യാഹസന്തവും, എന്തോ ചിരിച്ചുകൊണ്ട്, ശബ്ദമുണ്ടാക്കി ചിരിച്ചുകൊണ്ട്, മന്ദഹസിച്ചുകൊണ്ട്, രവന്തവും ഓടിപ്പോകുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും. അങ്ങനെ വലിതവതരപത്മം ഓടിക്കൊണ്ടതായിട്ടുള്ള അവസരത്തിൽ പിന്നാലെ ഓടുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തല തിരിച്ച് വലിതമായ വദനപത്മത്തോടുകൂടി മുഖം പിന്നിലേക്ക് തിരിച്ചുകൊണ്ട്, പൃഷ്ഠതദൃഷ്ടി, പിന്നാപ്പുറം പിന്നാലെ നോക്കിക്കൊണ്ട്, പിന്നാലെ വരുന്നതായിട്ടുള്ള ഗോപന്മാരെ നോക്കിക്കൊണ്ട്, ദൃഷ്ടിയെ നൽകിക്കൊണ്ട് നോക്കിക്കൊണ്ട്. ഇനി കിമിവന വിദധാധേ, എന്ത് കൗതുകമാണ്, കൗതുകം വാസുദേവ, എന്ത് കൗതുകമാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്, എല്ലാവർക്കും നല്ല കൗതുകമായിരുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ എന്ന്. ഇനി അടുത്ത ശ്ലോകം. ദ്രുതഗതിഷു പതന്താ ഉത്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമധജനനിഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവം ചുംബിതൗ ച. അങ്ങനെ ഓടുന്നതായിട്ടുള്ള അവസരത്തിൽ, ദ്രുതഗതിഷു, വേഗത്തിലുള്ളതായിട്ടുള്ള ഗതിയോടുകൂടിയതായ അവസരത്തിൽ, നിങ്ങൾ വേഗത്തിൽ ഓടുന്ന അവസരത്തിൽ, പതന്തൗ, വീഴും. ചിലപ്പോൾ ഈ ഗോപന്മാരെ പറ്റിച്ച് ഓടാൻ നോക്കുമ്പോൾ പിന്നാക്കം തലതിരിച്ചിട്ടാണല്ലോ ഓടണത്. പിന്നാക്കം ഇടയ്ക്കിടയ്ക്ക് തലതിരിച്ച് നോക്കുന്നുണ്ട് ഗോപന്മാരെ ഒപ്പെത്തുണ്ടോ എന്നുള്ള നിലയിൽ. അപ്പോൾ വീഴ്ച പറ്റും. പതന്തൗ, വീഴുന്നവരായിട്ട്, ദ്രുതഗതിഷു, ദ്രുതമായി ഓടുന്നതായിട്ടുള്ള അവസരത്തിൽ, പതന്തൗ, വീഴുന്നവരായിട്ട്, ഉദ്ധിതൗ, പെട്ടെന്ന് എണീക്കും, വീഴും, ഉടനെ എണീക്കും ചെയ്യും, തപ്പിപ്പടഞ്ഞ് എണീക്കും ചെയ്യും. പിന്നാലെയുള്ളവർ പിടിക്കാൻ പാടില്ലല്ലോ. ഉദ്ധിതൗ ലിപ്തപങ്കൗ, അപ്പോൾ വീണ് കഴിയുമ്പോൾ ദേഹത്തൊക്കെ മണ്ണ് ഉരുളും. ഈ ഇതാണല്ലോ, ഊർജം ആണല്ലോ, ഗോക്കളെ വളർത്തുന്നതായിട്ടുള്ള ആളുകളാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ ആ ഗോക്കളുടെ ചാണകം മൂത്രം ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നല്ലോണം കുഴഞ്ഞ മണ്ണായിരിക്കും അവിടേക്ക്. അപ്പം അങ്ങനെ ലിപ്തപങ്കവും, അവിടെ വീഴുമ്പോൾ ആ മണ്ണ് ചളിയൊക്കെ ദേഹത്ത് പറ്റും. ലിപ്തമായ ലേപനം ചെയ്യപ്പെട്ട പുരളപ്പെട്ട മണ്ണോടുകൂടി പങ്കം, ചളി, ദേഹത്തൊക്കെ ചളി പുരളും. ലിപ്തപങ്കവും, ലിപ്തമായ ചളിയോടുകൂടിയവരായി, ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനവും. അപ്പോൾ ഇങ്ങനെ ഈ വ്രജത്തിൽ, അമ്പാടിയിലുള്ളതായിട്ടുള്ള ഈ കാഴ്ച ആകാശത്ത് മഹർഷിമാർ നിന്ന് നോക്കുന്നുണ്ട് എന്നാണ്. ദിവി, സ്വർഗത്തിൽ നിന്ന്, മുനിഭി വന്ദ്യമാനവും, മുനികളാൽ, മഹർഷിമാരാൽ വന്ദിക്കപ്പെടുന്നു. രണ്ടുപേരെയും മഹർഷിമാർ മുകളിൽ നിന്ന് വന്ദിക്കുന്നു. എങ്ങനെയുള്ള മഹർഷിമാർ? മുനിഭിരപങ്കൈഹി, പങ്കം ഇല്ലാത്തതായ,
മനസ്സിന് മാലിന്യമില്ലാത്തതായ പങ്കം, അവിടെ മാലിന്യം, മനസ്സിൽ മാലിന്യമില്ലാത്തതായ മഹർഷിമാര്, അപ്പോൾ സ്വർഗം പ്രാപിച്ചതായിട്ടുള്ള മഹർഷിമാര് അവിടെ ആകാശത്ത് നിന്നിട്ട് അദ്ദേഹത്തിനെ വന്ദിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഇത് ഒന്ന് ശബ്ദത്തിൻ്റെ തിരഞ്ഞെടുത്തിട്ടുള്ളതായിട്ട് ശബ്ദങ്ങളുടെ പ്രത്യേകത. ലിപ്തപങ്കവും ഭവന്തവും, ലിപ്തപങ്കന്മാരായിട്ടുള്ള ഭവാന്മാർ, അതായത് ചളി പുരണ്ടതായ ഭവാന്മാർ, അപങ്കൈഹി മുനിഭിഹി, പങ്കമില്ലാത്തതായിട്ടുള്ള മഹർഷിമാര്. അപ്പോൾ അവിടെ ആദ്യത്തെ പങ്കം ദേഹത്ത് പുരളുന്നതായിട്ടുള്ള ചളി, രണ്ടാമത്തെ പങ്കം മനസ്സിൻ്റെ മാലിന്യം, മനസ്സിനുള്ളിലെ മാലിന്യം. അപ്പോൾ മഹർഷിമാർക്ക് മനസ്സിനുള്ളിലുള്ള മാലിന്യമൊന്നുമില്ല, മനസ്സിനുള്ളിൽ മാലിന്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുന്നു. ഭഗവാനാണെങ്കിൽ പങ്കത്തോടു കൂടിയവനാണ് എങ്കിലും ഭൂമിയിൽ വീണിട്ട് പങ്കം ചളി ഉണ്ടെങ്കിലും മഹർഷിമാര്, അപങ്കന്മാരായിട്ടുള്ള മഹർഷിമാർ അദ്ദേഹത്തെ സ്തുതിക്കുന്നു എന്നുകൂടി അവിടെ വ്യാഖ്യാനം പറയണം. ദിവി മുനിഭിഹി അപങ്കൈഹി, അപങ്കന്മാരായിട്ടുള്ള മാലിന്യമില്ലാത്ത, മനസ്സിൽ കാലിന്യമില്ലാത്തതായിട്ടുള്ള മഹർഷിമാരാൽ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കപ്പെട്ടുകൊണ്ട് സസ്മിതം, ചിരിച്ചുകൊണ്ട്, അതായത് വീണ് എണീക്കുന്നത് കാണുമ്പോൾ അതിനുള്ളൊരു കൗതുകമാണ്. അപ്പോൾ ആ മഹർഷിമാർക്കും ഇത് ഈ കാഴ്ച കൗതുകം തന്നെയാണ്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു എന്ന്. ഇനി ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതവും, അപ്പോഴേക്കും ഈ വീണ് കാണുമ്പോഴേക്കും വീണ് എണീക്കും. പക്ഷേ അപ്പോഴേക്കും ജനനിമാര്, അമ്മമാര് രോഹിണിയും യശോദയും ഓടി വന്ന്, അവർ വീണ് കാണുമ്പോഴേക്കും ഓടി വന്ന് ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതവും, അയ്യോ കുട്ടി വീണുല്ലോ എന്ന് പറഞ്ഞ് അനുകമ്പയോടുകൂടി, കാരുണ്യത്തോടുകൂടി, ദയയോടുകൂടി വേഗമെടുക്കും. സാനുകമ്പം ഗൃഹീതവും മുഹുരവി പരിരബ്ധവും, വീണ്ടും വീണ്ടും ആശ്ലേഷിക്കും. മുഹുരവി പരിരബ്ധവും രാഗ്യുവം ചുംബിതവും ച, അങ്ങയെ രണ്ടുപേരെയും, നിങ്ങളെ രണ്ടുപേരെയും അവർ വേഗത്തിൽ ആശ്ലേഷിച്ച് ചുംബിക്കുകയും ചെയ്തു എന്ന്. ദ്രുതഗതിഷു പതന്തവും, ദ്രുതഗതി വേഗത്തിൽ ഓടുന്നതായിട്ടുള്ള അവസരത്തിൽ താഴെ വീണ് പതന്തവും ഉത്ഥിതവും, ഉടനെ തപ്പിപ്പിടഞ്ഞ് എണീട്ട് ഉദ്ധിതവും ലിപ്തഭംഗവും, എങ്ങനെയാണ് എണീക്കുന്നത്? ലിപ്തഭംഗന്മാരായിട്ട് ദേഹത്ത് ചളി പുരണ്ടുകൊണ്ട് മണ്ണിൽ വീണപ്പോൾ ചളി ദേഹത്തായി, അങ്ങനെ ചളി പുരണ്ടുകൊണ്ടുള്ളതായ അങ്ങയെ ദിവി അപങ്കൈഹി മുനിഭിഹി, ആകാശത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അപങ്കന്മാരായിട്ടുള്ള, പങ്കരഹിതന്മാരായ, മനസ്സിൽ മാലിന്യമില്ലാത്തവരായ മഹർഷിമാരാൽ മുനിഭിഹി സസ്മിതം വന്ദ്യമാനവും, സ്മിതത്തോടുകൂടി വന്ദഹസിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് അവര് അങ്ങയെ സ്തുതിക്കുന്നു. വന്ദ്യമാനവും, വന്ദിക്കുന്നു. അങ്ങനെ വന്ദിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും ദ്രുതമഥ ജനനീഭ്യാം അഥ, പിന്നീട് ജനനീഭ്യാം അമ്മമാരാൽ, യശോദയാലും രോഹിണിയാലും ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതവും, ജനനിമാരാൽ അനുകമ്പയോടുകൂടി ഗൃഹീതവും എടുക്കപ്പെട്ടുകൊണ്ട് അവരോടി വന്ന് കുട്ടികളെ എടുക്കും. അങ്ങനെ സാനുകമ്പം ഗൃഹീതവും മുഹുരവി പരിരബ്ധവും, വീണ്ടും വീണ്ടും അവരെ ആലിംഗനം ചെയ്തു. രാഗ്യുവം ചുംബിതവും ച, നിങ്ങളെ പെട്ടെന്ന് ചുംബിക്കുകയും ചെയ്തു, വേഗത്തിൽ വന്നെടുത്ത് ചുംബിക്കുകയും ചെയ്തു. ചുംബിതവും ച, ചുംബിക്കപ്പെടുകയും ചെയ്തു എന്ന് ആ രണ്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം. അനുസരതി ജനോഹേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാതേ കൗതുകം വാസുദേവ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അതികുതുകമുടെത്തും ഗോപരെ പിന്നിലാക്കി വിവിധ മധുര ശബ്ദം തൂകി മണ്ടുന്നു നിങ്ങൾ. കുസൃതിയോടെ മുഖത്തെ വെട്ടി പിന്നോട്ടു നോക്കിയിട്ട് ദുവിധ കുതുകത്തെ നൽകിയില്ലെൻ പുരാനേ. ദ്രുതഗതിഷു പതന്താവുത്ഥിതൗ ലിപ്തഭംഗൗ ദിവി മുനിഭിരപങ്കൈ സ്വസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ രാഗ്യുവം ചുംബിതൗ ച.
കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഛട ഗമനത്താൽ വീണു ചേറോടെണീറ്റും വിമല മുനികളഭ്രേ പുഞ്ചിരിച്ചും നമിച്ചും ഉടനടി ദയവോടങ്ങമ്മമാർ വന്നെടുത്തും തെരുതരേഥ മാറിൽ ചേർത്തു ചുംബിച്ചു വാണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.